പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജോയൽ 2:28 ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. യേശുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും എന്ന്. റോമ 5:5 ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ്. യോഹന്നാൻ 7:35 യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യോഹന്നാൻ 4:14 യേശു പറയുന്നു, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള മനുഷ്യ ഹൃദയത്തിൻ്റെ ദാഹം ശമിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ടാണ് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിക്ക് ക്ഷമിക്കുവാൻ സാധിക്കും. ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും സാധിക്കും. തൻ്റെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് മറ്റുള്ളവരുടെയും സ്വന്തം മാത്രമല്ല മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹവും പരസ്നേഹവും നിറയും. നമ്മെപ്പോലെ തന്നെ മറ്റുള്ളവരും രക്ഷ പ്രാപിക്കണമെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധിയും അതുവഴി നമ്മുടെ ആത്മരക്ഷയുമാണ്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് പിതാവിൻ്റെ ലക്ഷ്യവും ആഗ്രഹവും നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത്. മത്തായി 16:26 തിരുവചനം പറയുന്നുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും എന്ന്. യാക്കോബ് 4:5 തിരുവചനം പറയുന്നു, നമ്മെ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം അസൂയയോടെയാണ് അഭിലഷിക്കുന്നത് എന്ന തിരുവചനം വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന്. അതായത് യേശുവിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് തിരിച്ച് യേശുവിന് തന്നെ ലഭിക്കണം എന്നുള്ള ആഗ്രഹവും ഉള്ളതുകൊണ്ടാണ്. ആ ആത്മാവിനെ സാത്താന് കൊടുക്കാനുള്ളതല്ല. നമുക്ക് എങ്ങനെയാണ് വിശുദ്ധി ലഭിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധി മാറുമ്പോഴാണ് നമ്മൾ വിശുദ്ധിയിലേക്ക് കടക്കുന്നത്. യോഹന്നാൻ 15:3 യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യേശുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ തുളച്ചു കയറി തിന്മകളെ മനസ്സിലാക്കി തന്ന് അവയിൽ നിന്നെല്ലാം വിടുതൽ തരുന്നതിനുള്ള പ്രചോദനം നൽകിക്കൊണ്ട് തെറ്റുകൾ തിരുത്തി ദൈവിക നീതിയിൽ നമ്മെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കും. യേശുവിൻ്റെ വചനങ്ങൾ നമ്മെ ശുദ്ധീകരിക്കും. വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. വചനത്തിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലുള്ള അശുദ്ധിയെ വ്യക്തമാക്കി തരുന്നതുകൊണ്ട് പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും നമുക്ക് ഉണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. യോഹന്നാൻ 14:26 യേശു പറയുന്നു, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതിനാൽ നാം പരിശുദ്ധാത്മാവിനാൽ നിറയുവാനാണ് നിരന്തരം നാം പ്രാർത്ഥിക്കേണ്ടത്. മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദൂഷിച്ചതുമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്തകളും വ്യഭിചാരം, മോഷണം, കൊലപാതകം, അസൂയ, ദൂഷണം, അഹങ്കാരം, സ്വാർത്ഥത ഇതെല്ലാം പുറപ്പെടുന്നത്. അവയെല്ലാം നമ്മെ അശുദ്ധരാക്കി മാറ്റുന്നു. അതുകൊണ്ട് ജെറമ്യ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും. എത്ര നാളാണ് നീ ദുഷിച്ച ഹൃദയവും പേര് നടക്കുക? ജെറമ്യ 4:14 അത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയമാണ് മുറിക്കേണ്ടത്. ഹൃദയത്തിലെ പാപമാലിന്യങ്ങളെയെല്ലാം നാം നീക്കം ചെയ്യുമ്പോൾ നമുക്ക് വിശുദ്ധി ലഭിക്കും. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് കുമ്പസാരം എന്ന കൂദാശയിലൂടെ അവയെല്ലാം ഏറ്റുപറയുമ്പോൾ യേശുവിൻ്റെ തിരുരക്തത്താൽ അവയെല്ലാം കഴുകപ്പെടുകയും പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.